ത്രിയേക ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലവും നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം ആയുസ്സും ആരോഗ്യവും തന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം ദൈവവചനവുമായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ സംസാരിപ്പാനുള്ള കൃപ തരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകം അതിൻ്റെ അന്ത്യത്തോളം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതായ ഒരു സംഭവം ഞാൻ ഓർപ്പിച്ച് തിരുവചന ധ്യാനത്തിലേക്ക് കടക്കുകയാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു കൃഷിവലൻ, ഒരു നല്ല കൃഷിക്കാരൻ, അവൻ കൃഷി ചെയ്തതിൻ്റെ ഫലവുമായി ഒരു പുഴ കടന്ന് വേണം അവന് മറുകര എത്തുവാനായിട്ട്. അപ്പം അവന് ആ ചുമടുമെടുത്തുകൊണ്ട് വന്നപ്പോൾ ആ വള്ളത്തിൽ നിറച്ച ആളുകളായിരുന്നു. പക്ഷേ അവന് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അവന് സൈഡിലിരുന്നു. പക്ഷെ അവൻ്റെ തലയിലിരുന്ന ചുമട് അവനൊരിക്കലും അത് താഴെ ഇറക്കാനായിട്ട് തയ്യാറായില്ല. ഉടനെ ആ വള്ളക്കാരൻ വിളിച്ചു പറഞ്ഞു, നീ നിന്റെ ചുവട് താഴെ ഇറക്കി വെക്ക്. അവനത് അനുസരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിനകത്ത് വലിയൊരു മർമ്മമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മളത് ഇറക്കി വെക്കാതെ നമ്മളത് വഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ആ മനുഷ്യനെ ഇറക്കി വെച്ചിരുന്നെങ്കിൽ അവൻ ആകുമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളുക. ഇതാണൊരു വിശ്വാസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും കഷ്ടങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ കർത്താവിൻ്റെ വാഗ്ദത്തം പോലെ അവനത് ഏറ്റെടുത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. അപ്പം അതുകൊണ്ട് നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ ഭാരങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ വഹിക്കുവാനുള്ളവരല്ല. ആയതിനു വേണ്ടിയാണ് കർത്താവ് തൻ്റെ പരമയാഗത്താൽ നമ്മുടെ സകല വേദനകളെയും അവന് കാൽവരിയിൽ ചുമന്നൊഴിച്ചത്. അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നൊരു കാര്യമാണെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമ്മൾ നരകത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇനി നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇസ്രായേൽ ജനം അവരുടെ ദേവാലയം പണിയാൻ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുക. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അസന്ദിഗ്ധമായി വിളിച്ചു പറയുന്നു, കർത്താവ് തൻ്റെ കാന്തയെ ചേർക്കാതെ അവരുടെ ദേവാലയം അവർക്ക് പണിയുവാനായിട്ട് കഴിയുകയില്ല. ആമേൻ. അവർ ദേവാലയ ശുദ്ധീകരണത്തിനു വേണ്ടി ലേവി ഗോത്രത്തിൽ നിന്ന്, അഹരോന്റെ കുടുംബത്തിൽ നിന്ന് പുരോഹിതന്മാരെ അവർ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പം പുരോഹിതന്മാർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമ വ്യവസ്ഥ പ്രകാരം ദേവാലയം പണിത് കഴിഞ്ഞ് എങ്ങനെ ആരാധന നടത്തണമെന്ന്. എന്നാൽ ആരാധന നടത്തണമെങ്കിൽ ഒരു ചുമന്ന പശു അവർക്ക് ആവശ്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അമേരിക്കയിലുള്ള യഹൂദന്മാർ ക്ലോണിങ്ങിലൂടെ 5 പശുക്കളെ ഇസ്രായേലിൽ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ നമ്മൾ മറന്നു പോകരുത്, ആ പശുവിനെ യാഗം കഴിക്കണം, അതിൻ്റെ രക്തമെടുത്ത് തളിക്കണം പുതിയ ദേവാലയത്തിൽ. എന്നിട്ട് അതിൻ്റെ ചാരം കൊണ്ട് ഒരു വിശുദ്ധീകരണ ജലമുണ്ടാക്കണം. ആ ജലത്തിൽ പുരോഹിതൻ ആരോണിന്റെ വർഗത്തിൽപ്പെട്ട പുരോഹിതന്മാർ അവരുടെ വസ്ത്രം അലക്കണം, അവർ കുളിക്കണം. എന്നിട്ട് അവര് ആ രക്തവുമായി ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ തളിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞു. എന്നാൽ എന്തുകൊണ്ടാണെന്നറിയാമോ അവർക്ക് ഇപ്പോഴും അത് പുനഃസ്ഥാപിക്കാൻ കഴിയാതിരിക്കുന്നത്? അവരുടെ രണ്ടാമത് ഇടിച്ചു കളഞ്ഞ ദേവാലയത്തിന്റെ ആ വാതിൽ അവിടെ ഉണ്ട്. അവരിപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അവിടെ ഒരു ദേവാലയം പണിയണം. ഇപ്പോൾ അതൊരു മോസ്കാണ്. അവർക്ക് മിനിറ്റ് കൊണ്ട് അത് പണിയുവാൻ കഴിയും. എന്നാൽ അത് വൈകുന്നതിന് ഒരേ ഒരു കാരണമാണ് വേദപുസ്തകം പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്ന് ആ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഗോത്രങ്ങൾ ഭാഷകൾ
വംശങ്ങളിൽ ജാതികളിൽ നിന്നുള്ളവര്, കർത്താവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവര്, ആമേൻ, ആ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാരാധന സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ ആരാധന പൂർത്തീകരിക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ വരവില. അവൻ തന്റെ ജനത്തെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ജനത്തെ സ്വർഗത്തിലേക്ക് ചേർത്തുകൊണ്ട ശേഷം ആമേൻ അവരുടെ ദേവാലയം പണി പുനഃസ്ഥാപിക്കും. ദൈവത്തിന് സ്തോത്രം. 3.5 വർഷം കഴിഞ്ഞ് അവരോട് ആരാധന, അവൻ ദേവാലയം, അവൻ അവര് ആദ്യ പാദത്തിൽ തന്നെ 3.5 വർഷത്തിന്റെ ആദ്യ പാദത്തിൽ തന്നെ അവർ ദേവാലയം സ്ഥാപിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുകയാണ്. നമ്മുടെ വിഷയം അതല്ല. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത്, തന്റെ മണവാട്ടി സഭ എടുക്കപ്പെടാതെ യഹൂദന് ദേവാലയം പണിയാൻ കഴിയുകയില്ല. വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് മുഴുവൻ സത്യമാണെങ്കിൽ ഇന്നും അത് സത്യം തന്നെയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനമാണ്, ഭൂമി എൻ്റെ പാദപീഠമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർഗത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വിശുദ്ധന്മാർക്കുള്ള അവകാശമാണ് സ്വർഗം. ദൈവത്തിന് സ്തോത്രം. അത് പിതാവിന്റെ ഭവനമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ആമേൻ ഇടയായി തീർന്നു. അത് സ്വർഗത്തിന്റെ അനുഭവം, സ്വർഗത്തിൽ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന അനുഭവങ്ങളാണ്. എന്താണ്? 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 ദൈവസമാധാനം, 4 പരിശുദ്ധാത്മാവുള്ള സന്തോഷം. അത് ഈ ഭൂമിയിൽ വെച്ച് പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ ചെന്ന് നീതീകരിക്കപ്പെട്ടവരായി, വിശുദ്ധീകരിക്കപ്പെട്ടവരായി, ദൈവസമാധാനം അനുഭവിക്കുന്നവരായി, പരിശുദ്ധാത്മ സന്തോഷം അനുഭവിക്കുന്നവരായി ആമേൻ നമുക്ക് തീരുവാൻ കഴിയുകയുള്ളൂ. ഏറ്റവും ഒടുവിലായി ഞാൻ പറഞ്ഞു, സ്വർഗം സന്തോഷ സമൃദ്ധമായ ഒരിടമാണ്. സ്വർഗം വിശാലമായ ഒരിടമാണ്. ആമേൻ, കോടാനുകോടി ജനങ്ങൾക്ക് വസിക്കുവാൻ കഴിയുന്ന ഒരിടമാണെന്ന് ഞാൻ ഓർപ്പിപ്പാൻ കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ഭാഗത്തോടുകൂടി, ഇതിന്റെ 3-ാം ഭാഗത്തോടുകൂടി ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഇങ്ങനെ പറയുകയാണ്, സ്വർഗം ആരാധനാ മുഖരിതമാണ്. വെളിപ്പാട് പുസ്തകം 4:8 അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പറയുകയാണ്, സ്വർഗം ആരാധന മുഖരിതമാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാ. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ശരീരത്തിലല്ല. നമ്മുടെ കർത്താവിന് 33.5 തിരുവയസ്സ് ലഭിച്ച ആ രൂപാന്തരപ്പെട്ട ശരീരത്തിലാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. അവിടെ പറയുകയാണ്, 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും സർവശക്തിയുള്ള കർത്താവായ ദൈവം, വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ? സ്വർഗത്തിൽ ആരാധന മുഖരിതമാണ്. അവൻ സ്വർഗം സന്തോഷത്തിന്റെ സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, അവൻ സ്വർഗത്തിന്റെ സന്തോഷം നമ്മൾ അനുഭവിക്കണമെങ്കിൽ 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങള് വിശ്വാസികൾ പഠിക്കേണ്ടതൊരു ആവശ്യമാ. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 13-ന്റെ 4, 5, 6, 7, 8 വാക്യങ്ങൾ. ആമേൻ. അവിടെ പറയുകയാണ്, ആമേൻ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. അവിടെ പറയുന്നു, സ്നേഹം ആമേൻ ദീർഘമായി ക്ഷമിക്കും. വാട്ട് ഈസ് ലവ്? അല്ലേ? ദീർഘമായി ക്ഷമിക്കാൻ കഴിയുമോ നമുക്ക്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിരോധികളായിട്ടുള്ളവരോട് ദീർഘമായി ക്ഷമിക്കാൻ കഴിയും. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അപ്പായുണ്ടോ? അപ്പൊ ഇവിടെ പറയുകയാണ്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. അത് ദൈവത്തിന്റെ ആ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരുമ്പോൾ എല്ലാം ദീർഘമായി ക്ഷമിക്കുവാനായിട്ട് കഴിയും. ഇന്ന് ഇതര അനേക സഭാവിഭാഗങ്ങള് പരസ്പരം കലഹിച്ചുകൊണ്ട് പോരടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതിന്റെ പ്രധാന കാരണം അവരുടെ ഉള്ളത്തിൽ നിന്ന് സ്നേഹം ഈ ലോകത്തിന്റെ പ്രഭു എടുത്തു കളഞ്ഞിരിക്കുക. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അത് ദയ കാണിക്കുകയും ചെയ്യുന്നു.
ദയ കാണിക്കേണ്ടവരോട് ദയ കാണിക്കുന്നതാണ് ദൈവസ്നേഹം. ആ സ്നേഹത്താലാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് തെരഞ്ഞെടുത്തത്. കാലാകാലങ്ങളിലായി യേശുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ദൈവജനം കരങ്ങളുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവിടെ പറയുകയാണ് അത് ദയ കാണിക്കുക എന്ന സ്നേഹമാണ്. എന്നിട്ട് പറയുകയാണ് സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എന്നിട്ട് പറയുകയാണ് എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സ്നേഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ഈ ലോകവും അതിന്റെ മോഹവും ഉതിർന്നു പോകും പ്രിയപ്പെട്ടവരെ. എന്നാൽ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുന്നതല്ല. സ്വർഗത്തിൽ സ്നേഹം ഉള്ളവർക്ക് മാത്രമേ കടന്നു പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. നോക്കിയേ, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, അതിന് നിഗളമില്ല പ്രിയപ്പെട്ടവരെ. അതൊരിക്കലും സ്വാർത്ഥം അന്വേഷിക്കില്ല, അല്ലേ? അവനവൻ്റേത് എന്ന് പറയുന്ന ഒരു അനുഭവം. സ്വാർത്ഥം അന്വേഷിക്കില്ല. എന്താ നമുക്കുള്ളതെല്ലാം ദൈവം തന്നതല്ലാതെ എന്താ? ദൈവം തന്നിട്ടല്ലാതെ എന്താ? ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റത്, ആമേൻ, ആ ശ്വാസം ഒന്ന് വിടാനായിട്ട് കഴിഞ്ഞത് ദൈവത്തിന്റെ കൃപയാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അതേ, സ്നേഹം നിഗളിക്കത്തില്ല, അവിടെ സ്നേഹം ചീർക്കുന്നില്ല. ആമേൻ, ചില നാളുകളില് ആമേൻ കള്ളപ്രവാചകന്മാർ വന്നിട്ട് അവൻ ദൈവവചനത്തെ കോട്ട് ചെയ്തുകൊണ്ട് അവൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ദൈവത്തിന് സ്തോത്രം അവര് ചീർക്കുന്നവരായി തീർന്നിട്ടുണ്ട്. എന്നാൽ പറയുക, ദൈവസ്നേഹം അങ്ങനെയുള്ളതല്ല. സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, അല്ലേ? അയോഗ്യമായി നടക്കുന്നില്ലെന്ന് മാത്രമല്ല, അയോഗ്യമായി നടക്കുന്നവരോട് കൂടെ ആമേൻ ദൈവപൈതലിന് ദൈവസ്നേഹം അനുഭവിച്ചവർക്ക് നടക്കാൻ കഴിയുകയില്ല. എന്നിട്ട് പറയും, അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. അപ്പൊ നോക്കിയ അവിടെ പറയുകയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ഒരു വിശ്വാസി നടക്കാൻ പാടില്ല, അല്ലേ? നടന്നാൽ എന്താ സംഭവിക്കുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന നടക്കുകയും പിന്നെ പാവികളുടെ വഴിയിൽ ഇരിക്കും. അതാണ് പ്രശ്നം. പിന്നെ അവിടെ ഇരിക്കും, അവൻ പാവികളുടെ വഴിയിൽ ഇരിക്കുകയും പരിഹാസികളുടെ ഇരിക്കാതെയും നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ ഹൃത്തിടത്തില് ദൈവവചനം ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ രാപ്പകൽ ധ്യാനിക്കുന്നവരായിരിക്കണം. കാരണം എന്നാന്നറിയാമോ? കർത്താവ് വരാറായി. യഹൂദന്മാരുടെ ദേവാലയം പണിയുവാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. ആമേൻ, ഞാൻ ഓർപ്പിച്ചതുപോലെ ലേവി ഗോത്രത്തിൽ നിന്ന് അഹരോന്റെ വംശപരമ്പരയിൽപ്പെട്ടവരെ ആമേൻ അതാ ഇംഗ്ലീഷിൽ പറയുന്ന ആരോൺ എന്നാണ്. ആരോണിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരെ അവരെ ആമേൻ പുരോഹിതന്മാരായി നിയമിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർക്ക് മിനിറ്റ് കൊണ്ട് ദേവാലയം പണിയാൻ കഴിയും. എന്നാൽ നമ്മൾ മറന്നു പോകരുത്, ആമേൻ, സ്വാർത്ഥം അന്വേഷിക്കാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല, ദോഷം കണക്കിടാൻ പാടില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കും. എന്താ സത്യം? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുമെന്ന് ലോകത്തിൽ ഒരു ലോക നേതാക്കളും പറഞ്ഞിട്ടില്ല. ഒരു ദൈവങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല. യേശു കർത്താവ് അല്ലാതെ മറ്റൊരുവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ വഴിയാണ്, ഞാൻ തന്നെ സത്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും മാത്രമല്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ജീവൻ കൊടുക്കുന്നവനുമാ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കണ്ടു, നരകത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അവസാനമായി നമ്മളൊരു ഭാഗം കണ്ടു. നമ്മളെല്ലാം മറന്നു പോകുന്നവരാ. നരകത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് വിശാലമായ വഴിയാ, അതിലൂടെ കടക്കുന്നവർ അനേകരാ. എന്നാൽ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അതൊരിടുങ്ങിയ വാതിലാ, അതിലൂടെ കടക്കുന്നവർ ചുരുക്കമത്രേ എന്നാ പറഞ്ഞത്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അനുഷ്ഠിക്കുന്നവരാണ് കടക്കേണ്ടത്. അവിടെ പറയുന്നു, നമ്മൾ ദോഷം കണക്കിടാൻ നമുക്ക് അവകാശമില്ല.
അനീതിയിൽ സന്തോഷിക്കുവാൻ അവകാശമില്ല. സത്യത്തിൽ സന്തോഷിക്കുവാൻ അവകാശം. സത്യത്തിൽ സന്തോഷിക്കുന്നു. ആമേൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ആമേൻ. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു. കർത്താവ് പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കുന്നു. അത് പ്രത്യാശയായി നമ്മളിൽ ഭവിക്കുന്നു. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ച് ഒരു നല്ല ജീവിതം നടത്തിയാൽ കർത്താവ് നമ്മളെ ചേർക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടെ സ്വർഗത്തിൽ ആരാധനാമുഖരിതമായ അന്തരീക്ഷമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ നമുക്ക് മറ്റു ചിന്തകളൊന്നുമില്ല. ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മുടെ ഭവനത്തിൽ നമുക്ക് ഭവനം ഒരുക്കുന്നുണ്ട്. ഭവനത്തിൽ നമുക്ക് വിശ്രമിക്കാൻ വേണമെങ്കിൽ, എന്നാൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ, ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആരാധന ആരംഭിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അത് മനോഹരമായ ഒരു ആരാധന അവിടെ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8, 9, 10, 11, 12 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും. ഇപ്പൊ ഇനി നടക്കുവാൻ പോകുന്ന സംഭവമാണ്. വിശ്വാസികൾ തന്റെ മണവാട്ടി സഭ എടുക്കപ്പെട്ട ശേഷം നടക്കുവാനുള്ള സംഭവമാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ. പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഷം കഴിഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അടക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആമേൻ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മുദ്ര പൊട്ടിക്കുവാൻ, പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യനായവന് നമ്മുടെ ക്രിസ്തു മാത്രമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാ. ആമേൻ. ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ, ആമേൻ, ആ ദൈവത്തിന് നമ്മൾ പറഞ്ഞല്ലോ, ചുമന്ന പശുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ ചുമന്ന പശു എന്തിനെ കുറിക്കുന്നറിയാമോ? അത് ചുമന്ന രക്തമാണ്. ആ രക്തത്തെ കുറിക്കുന്നത് മിശിഹായെ കുറിക്കുകയാണ്. ആമേൻ. അവരെടുക്കുന്നതായ കാള, ആമേൻ, ഊനമില്ലാത്തതായിരിക്കണം. ആമേൻ. അതിന് പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് വേദപുസ്തകത്തിൽ പറഞ്ഞ പ്രകാരമുള്ള, ആമേൻ, ദൈവത്തിന് സ്തോത്രം, പശുക്കളായിരിക്കണമെന്നും ചുമന്ന പശുക്കളായിരിക്കണമെന്നും പറയുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നു. ഒരു പുസ്തകം വായിച്ചു. ഈ ചുമന്ന പശു ഇപ്പൊ ഇവർ ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിയേ, ദൈവത്തിനെ ആരാധിക്കുവാനായിട്ട് ഉണ്ടാക്കിയ പശുക്കൾ, അത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽപ്പെട്ടതാ. അപ്പൊ ഞാനൊരു കാര്യം ഇങ്ങനെ ഓർത്തു, യഹൂദന്മാരെ നിങ്ങൾ ഭാരപ്പെടണ്ട. ആമേൻ. ആമേൻ. നിങ്ങളുടെ ദൈവത്തിന് സ്തോത്രം, ദേവാലയം പണി ആരംഭിക്കുന്നതിന് മുൻപ്, ആമേൻ, അതേ പശുക്കളിൽ നിന്ന് തന്നെ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ചുമന്ന പശുക്കിടാങ്ങളെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിയതൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് ഒറിജിനൽ മതി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. സ്വർഗത്തിൽ ആ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിച്ചവന് കുഞ്ഞാടാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നത് ചുമന്ന പശുവിനെ അറക്കുമ്പോൾ അത്, ആമേൻ, ദൈവത്തിന് സ്തോത്രം, അത് കാണിക്കുകയാണ് രക്തം ചീന്താതെ വിമോചനമില്ലെന്ന്. അപ്പം കാൽവരി മേട്ടിൽ, ആമേൻ, ഒരു കുഞ്ഞാടായി യോഹന്നാൻ പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരു കുഞ്ഞാടായി അവൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഒരു കുഞ്ഞാടായി അവൻ അറുക്കപ്പെട്ടു. കാൽവരിയിൽ അവൻ അറുക്കപ്പെട്ടു. അപ്പൊ അവിടെ എന്റെയും നിങ്ങളുടെയും പാപരിഹാരം വരുത്തേണ്ടതിന്, ആദാം മുതലുള്ള വിശുദ്ധന്മാരുടെ പാപരിഹാരം വരുത്തേണ്ടതിന് ഇവിടെ അറുക്കപ്പെട്ടു എന്ന് കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് െങ്കിൽ സ്വർഗം എപ്പോഴും ആരാധന മുഖരിതമാണ്. അവിടെ നമ്മൾ കണ്ടു, അറുക്കപ്പെട്ട കുഞ്ഞാടിന് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. അപ്പൊ ഇത് യോഗ്യതയുള്ളത് ആരാ?
പുസ്തകം വാങ്ങുവാനും അത് പൊട്ടിക്കുവാനും ആമേൻ യോഗ്യതയുള്ളവൻ യേശു ക്രിസ്തുവാ. അത് സംഭവിക്കുവാൻ ഇനി അധികം താമസമില്ലെന്ന് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുകയാ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ന് നടന്നിട്ടുള്ളൂ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ചുമന്ന പശുവിനെ യഹൂദന്മാർ അവരുടെ ബുദ്ധി കൊണ്ട്, മാനുഷിക ബുദ്ധി കൊണ്ട് അവർ അമേരിക്കയിൽ ഉണ്ടാക്കുകയും ഇസ്രായേലിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകത്തിലെ മുഴുവൻ കണ്ടുപിടുത്തങ്ങളുടെയും ആമേൻ ഉപജ്ഞാതാക്കള് യഹൂദന്മാരാണ്. ആമേൻ. നമ്മുടെ മൊബൈൽ എടുത്ത് ഞാൻ ഈ മൊബൈലിലൂടെ സംസാരിക്കുമ്പോൾ അവർക്ക് അതിന്റെ പേറ്റന്റ് ലഭിക്കും. ആമേൻ. ഇന്ന് ലോകത്തിലുള്ള സകല മാധ്യമങ്ങളുടെയും പേറ്റന്റ് അവർക്ക് വേണ്ടിയുള്ളതാ. നിങ്ങൾ ഓർക്കണം, ഒരു മൊബൈൽ വിറ്റ് കഴിയുമ്പോൾ അതിന്റെ ഒരു അംശം യഹൂദന്റെ ഭണ്ഡാരത്തിലേക്ക് ചെല്ലും. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ ഈ മൊബൈൽ വിൽക്കുമ്പോൾ യഹൂദന്മാരുടെ ആമേൻ അക്കൗണ്ടിലേക്ക് എന്തുമാത്രം പൈസയാ ചെല്ലുന്നത്. അവര് ബുദ്ധിയുള്ളവരാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്നാൽ ഒരു കാര്യത്തിൽ അവർക്ക് ബുദ്ധി ഇല്ലാതെ പോയി. എൻ്റെ യേശു അവരോട് പറഞ്ഞു, ആമേൻ, ഞാനാണ് മിശിഹ, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവര് നീ മിശിഹ അല്ല, മിശിഹ ഇനിയും വരുവാനിരിക്കുന്ന മിശിഹയാണ് യേശു എന്ന് അവർ പറയുകയും മിശിഹയെ അവർ ത്യജിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അവര് അടിമകളായി പോകേണ്ടതായിട്ട് വന്നത്. നമുക്കറിയാം, ബാബിലോണിലൊക്കെ അടിമകളായി പോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആമേൻ, അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് അറിയുന്നത് പോലെ യഹൂദന്റെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി രണ്ടാം ലോക മഹായുദ്ധത്തില് അവന് ലഭിച്ചുവെങ്കിൽ അവൻ ആറ്റൻ ബോംബ് ഉണ്ടാക്കി ആമേൻ ആ ലോക മഹായുദ്ധത്തെ അവസാനിപ്പിച്ചുവെങ്കിൽ അവന്റെ രാജ്യം ഇതാ സ്ഥാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ വരവ് ആയിരിക്കുന്നു എന്ന് വേദപുസ്തകം വളരെ അസന്ദിഗ്ധമായി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 7:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, ഇതിന്റെ ശേഷം സകല ജാതികളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ. പ്രിയപ്പെട്ടവരെ, വേദ പഠിതാക്കൾ പറയുന്നത് ഇത് യഹൂദന്മാരുടെ ശേഷിപ്പിനെ കുറിച്ചാ പറയുന്നത്. ആമേൻ. ആമേൻ. കർത്താവ് അവരെ വീണ്ടും രൂപാന്തരപ്പെടുത്തുവാൻ കടന്നു വരും. 7 വർഷം കഴിയുമ്പോൾ ഒലിവുമലയിൽ അവന്റെ കാല് അവൻ ചവിട്ടും. ആ സമയത്ത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറന്നു പോകരുത്, യഹൂദന്മാരുടെ ശേഷിപ്പുകള് രൂപാന്തരപ്പെടും. ആമേൻ. അവരുടെ ശേഷിപ്പുകളും പഴയ നിയമ വിശുദ്ധന്മാരായ യഹൂദന്മാരെ കുറിച്ച് പറയുന്നുവെന്ന് വേദപഠിതാക്കൾ പറയുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ക്രിസ്തുവിന്റെ മണവാട്ടി സഭയിലെ അംഗങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത ആമേൻ പാത്രങ്ങളാണ് എന്ന് നമ്മൾ ഓർത്തു പോകരുത്, ദൈവം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുകയാണ്, സകല മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാസന്തോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും ശക്തിയും മഹത്വവും നമ്മുടെ ദൈവത്തിന് എന്നുള്ളതായ ആ ഹല്ലേലൂയ ആമേൻ ആ പദം അവരോട് കേൾക്കുവാനിടയായി. നിങ്ങൾ ഓർക്കണം, ഉൽപ്പത്തി മുതൽ ഏത് പുസ്തകം എടുത്താലും ഈ ഹല്ലേലൂയ എന്നുള്ള പദം വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആമേൻ, സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാപുരുഷാരം പോലെ ശബ്ദഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും ശക്തിയും മഹത്വവും നമ്മുടെ ദൈവത്തിനുള്ളത്. ആമേൻ. വെളിപ്പാട് 14:15 പിന്നെ ഇങ്ങനെ പറയുന്നു, പിന്നെ ഞാൻ സീയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമം എഴുതിയിരിക്കുന്ന 144,000 പേരെ 140,000 പേരെ അവിടെ നിൽക്കുന്നത് കണ്ടു. ആമേൻ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. അപ്പൊ നോക്കിയോണേ, സ്വർഗം എങ്ങനെയാ?
ആരാധന മുഖരിതമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പോകണ്ടേ അവിടെ? പല ആളുകളും പറയും, ഓ ഇന്നാള് പോയില്ലേ, ഞാനെന്തിനാ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, കാന്ത തന്നെ താൻ ഒരുങ്ങുക. ഈ നാളുകളിൽ കാന്ത ഒരുങ്ങുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ബന്ധപ്പെട്ട് വചനങ്ങളിലൂടെ ഇത് ശ്രവിക്കുന്നവർക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത് മുട്ടുമടക്കി കരഞ്ഞാൽ, ക്രിസ്തുവുമായി ഒരു ബന്ധമില്ലെങ്കിൽ മുട്ടുമടക്കി കരഞ്ഞാൽ, ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വന്നാൽ നിനക്കും സ്വർഗരാജ്യം ലഭിക്കും, നിനക്കും നിത്യത ലഭിക്കുമെന്ന് ഇവിടെ അങ്ങനെ ഓർപ്പിക്കുകയാണ്. എന്നിട്ട് വെളിപ്പാട് 22:3 3, 4 വാക്യങ്ങളുടെ വായിച്ച് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് മടങ്ങിപ്പോകാം. വെളിപ്പാട് 22 അതിന്റെ 3, 4 വാക്യങ്ങൾ. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. സ്വർഗത്തിന്റെ അനുഭവത്തോടെ പറയുകയാണ്, യാതൊരു ശാപവും സ്വർഗത്തിൽ ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. അവരുടെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിച്ചത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. മതി പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ കാണുകയാണ്. വിശദീകരിപ്പാൻ സമയമില്ലല്ലോ, വേഗത്തിൽ സമയം മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ്, ആമേൻ, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. എന്നാൽ നമുക്ക് ഭൂമിയിലും ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. ആമേൻ, നമുക്ക് മണവാട്ടി സഭയ്ക്ക് സ്വർഗത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. മൂന്നാമതായി സ്വർഗം ആരാധനാമുഖരിതം. നാലാമതായി സ്വർഗത്തിന്റെ പ്രത്യേകത കാഴ്ച, കേൾവി, സംസാരശേഷി, തിരിച്ചറിയൽ. ആമേൻ, ഇവയെല്ലാം സ്വർഗത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ആമേൻ, വായിച്ചാട്ട്, വേഗത്തിൽ വായിക്കുക. 17:1 മുതൽ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരൻ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനെന്ന് പറഞ്ഞു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഓർക്കണം. ഭൂമിയില് യേശു ക്രിസ്തു ആരാണെന്ന് കാണിക്കുവാനായിട്ടുള്ള ഒരു പതിപ്പാണിത്. അവിടെ പറയുകയാണ്, 6 ദിവസം കഴിഞ്ഞ് അവരൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ആമേൻ. അവിടെ യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും സംഭാഷിക്കുന്നതായി കണ്ടു. അവിടെ എന്തൊക്കെ സംഭവിച്ചു? അവിടെ മോശയും ഏലിയാവും സംസാരിക്കുന്നതായിട്ട് കണ്ടു. അവിടെ നമ്മൾ ഓർക്കണം, അവർ 3 കാര്യം അനുഭവിക്കുകയാണ്. മോശയും ഏലിയാവും സംസാരിക്കുന്നത്, മോശയും ഏലിയാവും കാണുന്നത്. ആമേൻ. മാത്രമല്ല, ആമേൻ, അവർ സംസാരിക്കുന്ന കേൾവി അവർക്കുണ്ടായി. അതുകൂടാതെ അവർക്ക് തിരിച്ചറിയലുണ്ടായി. ഇത് മോശയും ഏലിയാവും ആണെന്ന് അവർക്ക് ബോധ്യമായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവര് കേട്ടിട്ടേ ഉള്ളൂ, എങ്കിലും ദൈവത്തിന് സ്തോത്രം. മോശയും ഏലിയാവിനെ തിരിച്ചറിയുവാൻ ആത്മാവിലായിരിക്കുന്ന യോഹന്നാനും പത്രോസിനും യാക്കോബിനും കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ആമേൻ. യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുകയാണ്, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. കുഞ്ഞാടതിൻ വിളക്കായിടുമെന്ന് നമ്മൾ പാടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടതിൻ വിളക്കായിടും, പ്രകാശിക്കും കർത്തനന്റെ മേൽ, ഞാനും നിങ്ങൾ രാജാക്കന്മാരായി തീരുമെന്ന് ഒരു ഭക്തൻ അവിടെ പാടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ സന്തോഷം എത്ര വലിയ സന്തോഷമാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാനായിട്ട് കഴിയണം. ആമേൻ. ഒരു പാട്ട് 2-3 ഈരടികൾ ചേർന്ന് പാടി 2
2 ശാൻസ ചേർന്ന് പാടി ആരാധിച്ച് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഞാൻ വിശദീകരിക്കുക. ആമേൻ. അതിനുശേഷം വിശദീകരിക്കുക. ഇവിടെ പറയുകയാണ്, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ അമ്മനാഥൻ മുഖം കണ്ടു ആരാധിച്ചിടാം ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ അമ്മനാഥൻ മുഖം കണ്ടു ആരാധിച്ചിടാം ആമേൻ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. പ്രിയപ്പെട്ടവരെ, നമ്മള് ഇന്ന് വിശ്വാസത്താൽ ആരാധിക്കുന്നവരാ. ഞാനത് ഓർപ്പിച്ചല്ലോ നിങ്ങളെ. എന്നാൽ അന്ന് നമ്മൾ അവന്റെ മുഖം കണ്ട് ആരാധിക്കുന്ന ഒരു ദിവസമുണ്ട്. അവൻ ഇവിടെ പത്രോസിനും യോഹന്നാനും യാക്കോബിനും യേശു ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചതായിട്ട് നമ്മൾ കണ്ടു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു. മോശയും ഏലിയാവും ആമേൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് അവര് കാണുകയാണ്. എന്നാൽ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് എല്ലാവരെയും കാണുവാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നൽകാനായിട്ട് പോകുകയാ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരൊരു കാഴ്ച കണ്ടു. മോശയും ഏലിയാവും യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്ന കാഴ്ച, അവരോട് നിൽക്കുന്ന കാഴ്ച. രണ്ടാമത് നമ്മൾ കണ്ടു, അത് അവർ കേൾക്കുവാനിടയായി. അവരുടെ ചെവി കൊണ്ട് സംഭാഷിക്കുന്ന കേൾവി. 3, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ, അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ സംസാരിക്കാൻ കഴിയുമെന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. ഏലിയാവ് ആമേൻ ഉടലോട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനോ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, സ്വർഗത്തിലെ മറ്റൊരു പ്രത്യേകത ഇവിടെ നമുക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ അറിയുവാൻ കഴിയും. മോശെ ഏലിയാവിനെയും ഈ 3 പേരും തിരിച്ചറിഞ്ഞു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ സന്തോഷം എത്ര വലിയ സന്തോഷമാ പ്രിയപ്പെട്ടവരെ. ആമേൻ. മാത്രമല്ല, ആ സന്തോഷത്തിനൊരു കാരണം കൂടുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, അവനവരുടെ കണ്ണിൽ നിന്ന് തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കാഷ്ടതയും ഇനി ഉണ്ടാകില്ല. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ നയിക്കുന്നത് ഒരു ആമേൻ, ദൈവത്തിന് സ്തോത്രം, നരകത്തിലേക്കല്ല നമ്മളെ നയിക്കുന്നത്. ആമേൻ, നമ്മൾ നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ പിതാക്കന്മാർ പ്രാർത്ഥനാക്രമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഉച്ചരിച്ചുകൊണ്ടാണ് ഞാൻ പറയാനിടയായത്. നിങ്ങളെപ്പോഴും 4 കാര്യം ഓർക്കണം. നിങ്ങൾക്കൊരു മരണമുണ്ട്. മരണം കഴിയുമ്പോൾ ഒരു ന്യായവിധിയുണ്ട്. അത് 2 തരത്തിലാണ് ന്യായവിധി. വിശ്വാസികൾക്ക് ന്യായവിധിയില്ല. പൗലോസ്ലീഹ പറഞ്ഞതല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കരുതെന്ന വേദപുസ്തകം പറയുന്നത്. പൗലോസ്ലീഹ പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തുവേശിയുള്ളവർക്ക് നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഒരു ന്യായവിധിയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മറന്നു പോകരുത്. ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം. 2-ാമത് 3-ാമത് 4-മായിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇനിയും എന്റെയും നിങ്ങളുടെയും മുൻപിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഞാനല്ല പറഞ്ഞത്. പിതാക്കന്മാർ വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത് ആത്മാവിൽ ധ്യാനിച്ച് പറയുകയാണ്. പ്രിയ ദൈവജനമേ, നിങ്ങളുടെ മുൻപിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആദാമിനും ഹൗവയ്ക്കും സ്വാതന്ത്ര്യം കൊടുത്തതുപോലെ നടുക്കത്തെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. അത് വ്യവസ്ഥയാണ്. എന്നാൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറയുന്നത് പോലെ സ്വർഗം വേണോ നരകം വേണോ എന്നീ പകൽക്കാലം ഞാനും നിങ്ങളും ചിന്തിപ്പാൻ തക്കവണ്ണം പിതാക്കന്മാർ നമുക്ക് ഇങ്ങനെ ഒരു കേൾവി നൽകിയിട്ടുണ്ടെങ്കിൽ ഈ നാളുകളിൽ നമ്മൾ മറന്നു പോകരുത്.
ഞാനിപ്പോഴും ഓർക്കും, ഒട്ടാങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ, സത്യവാനായ ദൈവം തമ്പുരാനെ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ചാകാത്ത പുഴുവും കെടാത്ത തീയും നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഇന്നിത് വെറുതെ പറയുന്നതാണെന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ മറന്നു പോകരുത്. അവിടെ ചാകാത്ത പുഴുവുണ്ട്, അവിടെ കെടാത്ത തീയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സ്വർഗത്തിൽ ചെന്നാൽ വെളിപ്പാട് 21:4 പറയുകയാണ്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല. ഓ, സ്വർഗത്തിൽ മരണമില്ലെന്ന്. അവൻ ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. അത് വേണോ? അതോ ഈ ചുരുക്കമുള്ള ദിവസം അല്ലേ? നോഹ ഒരു നീതിപ്രസംഗിയായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. നോഹ ദൈവം എന്ത് പറഞ്ഞോ അതനുസരിച്ചു. പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമ്മൾ ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. അനുസരണം എന്തുവാ? ബലിയേക്കാളും അല്ലേ? എന്ന് പറയും, ബാക്കി പറയുന്നില്ലേ? അവൻ അനുസരിക്കുന്നത് മുട്ടാടിന്റെ മേധസ്സിനേക്കാളും അവൻ ഒരു യാഗം നടത്തുന്നതിനേക്കാളും വലുതാണെന്ന് പറയുകയാണ്. അവൻ പ്രിയപ്പെട്ടവരെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇന്ന് നമ്മുടെ ആശ്വാസം അതാണ്. നമുക്ക് രോഗങ്ങളില്ലാഞ്ഞിട്ടല്ല, വേദനകളില്ലാഞ്ഞിട്ടല്ല. നമ്മൾ പോയി ഒരു ചെക്കപ്പ് നടത്തിയാൽ ഡോക്ടർമാര് പറയും ഇഷ്ടംപോലെ രോഗങ്ങളുണ്ടെന്ന് പറയും. ആദ്യ രോഗത്തിന് ഒരു മരുന്ന് തരും. ദൈവത്തിന് സ്തോത്രം. പ്രഷറായിരിക്കട്ടെ, പ്രഷറിനുള്ള മരുന്ന് കഴിച്ച് അവൻ ജീവിതകാലം മുഴുവൻ മുൻപോട്ട് പോയി കഴിയുമ്പോൾ അവന് ഷുഗർ ഉണ്ടാകും, പ്രഷർ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാകും. ഓരോ പ്രാവശ്യവും ഡോക്ടർമാരെ കാണുമ്പോൾ അവർ മരുന്ന് കുറിച്ച് തരും. അവരെ രോഗിയാക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ നിങ്ങൾ മറന്നു പോകരുത്, ഞാനും നിങ്ങളും മരുന്ന് കഴിച്ച് എത്ര രോഗികളായെങ്കിലും നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അരുമനാഥൻ വരും, എന്നെ ചേർക്കുമെന്നുള്ള ഉറപ്പ്. ഒരു അല്ലേ പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. കാരണം ഇന്നും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണിന് തുടച്ചു കളയുവാൻ അവൻ കഴിവുള്ളവനാ നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഭാരപ്പെട്ടിരിക്കുന്ന എത്രയോ ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടൊരിക്കല് ശ്രീലങ്കയിലെ ഒരു സുശേഷികയെ കുറിച്ച് അവരുടെ വായിൽ നിന്ന് ഇട്ടിയപ്പാറ YMCA അവർ വന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടത് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. അവരുടെ കുടുംബം വളരെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരെ ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത രീതിയിൽ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് അവർ തള്ളപ്പെടുകയാണ്. അവരുടെ ഭർത്താവ് നല്ലൊരു ജോലിയായിരുന്നു. എന്നാൽ ഒരു അകാരണമായി അദ്ദേഹത്തെ അവിടുന്ന് പിരിച്ചുവിട്ടു. അദ്ദേഹത്തിന് ധാരാളം പണം ലഭിക്കാനുണ്ട്. അതെല്ലാം ലഭിക്കാതെ നിരാശരായി അവർ കഴിയുകയാണ്. അവര് വചനത്തിൽ നിന്ന് ഇങ്ങനെ കേട്ടു, നീ യേശുവിൻ്റെ തൃപ്പാദങ്ങളിൽ ചുംബിച്ച് അവനോട് നിന്റെ കാര്യങ്ങൾ കണ്ണുനീരോടെ പറഞ്ഞാൽ നിനക്ക് നൽകിത്തരുന്ന, നിന്നെ രക്ഷിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന, നിന്നെ ജീവോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് അവരോട് സംസാരിച്ചു. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവര് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഞാൻ പോകുകയാ, എന്നെ വിളിക്കരുത്, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവരോട് മുട്ടുമടക്കി. പ്രിയപ്പെട്ടവരെ, ഞാനവിടെ പേര് മറന്നുപോയി. അവരെ മുട്ടുമടക്കി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് നിന്റെ വചനം പറയുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കഷ്ടത മാറ്റിത്തരും. എന്നാൽ അത് മാറ്റിയില്ലെങ്കിലും അത് സഹിക്കുവാനുള്ള കൃപ, അത് പ്രത്യാശയിലേക്ക് നടത്തുന്ന കൃപയാണെന്ന് അവർക്കറിയാവുന്നതുപോലെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഉടനെ നമുക്കറിയാം, അബ്രഹാം തന്റെ മകനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, യാഗം കഴിക്കുവാൻ അവൻ എപ്പോൾ വീട്ടിൽ നിന്നിറങ്ങിയോ അപ്പോൾ മലയുടെ അങ്ങേ ചെരുവിൽ നിന്ന് ഒരാട്ടുകൊറ്റനെ അവർക്ക് വേണ്ടി അയച്ചൊരു ദൈവമുണ്ട്. ഇവര് മുട്ടുമടക്കി കരയുവാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് വേണ്ടി അവരുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യൻ കടന്നു വന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ജോലി ചെയ്തവരുടെ ഫയൽ പരിശോധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ഇങ്ങനെ ഒരു മനുഷ്യൻ ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം ഓഫീസിൽ ആ വിവരങ്ങൾ തിരക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് കൊടുക്കുവാനുള്ള പൈസയുമായി എത്രയും പെട്ടെന്ന് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ കടന്നു ചെല്ലുക എന്ന് പറഞ്ഞു. എന്നാൽ ഈ സഹോദരി അവിടെ ദൈവത്തിന് സ്തോത്രം കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുമ്പോൾ കോളിംഗ് ബെല്ലമർന്നു. അവർ ചെന്ന് നോക്കിയപ്പോൾ ഒരു പോസ്റ്റ്മാൻ അവരുടെ കയ്യിൽ ഒരു കവർ കൊടുത്തു. അവരത് പൊട്ടിച്ചു വായിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് ഇരിക്കുക. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴാണ് സംഭവിച്ചത്. അവർ കവർ പൊട്ടിച്ചപ്പോൾ വലിയൊരു എമൗണ്ട് അവർക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എമൗണ്ടിന്റെ വലിപ്പമല്ല, പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ നടത്തിയത് ആ ദൈവമാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ അവകാശികളായ നമ്മുടെ കണ്ണിൽ നിന്ന് ഇന്നും കണ്ണുനീര് തുടച്ചു കളയുന്ന ഒരു ദൈവമാ. നമ്മുടെ രോഗം മാറ്റിത്തരുന്ന ദൈവമാ. നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കുന്ന ദൈവമാ. ഇതെല്ലാം കർത്താവ് ചെയ്യും. പക്ഷേ അതെന്തിനു വേണ്ടിയാണെന്നല്ലോ അറിയാമോ? ദൈവനാമ മഹത്വം എടുക്കാനാ. ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കാനായി വിടുതലും സൗഖ്യവും കുഞ്ഞുങ്ങളെ നല്ല വിവാഹവും ഒക്കെ ലഭിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞത്. നമ്മുടെ രോഗക്കിടക്ക മാറ്റി വിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രശോഭിക്കാനാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മുറവിളിയില്ലാത്ത, ദുഃഖമില്ലാത്ത, കഷ്ടതയില്ലാത്ത സ്വർഗത്തില് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നമുക്ക് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, സംസാരശേഷിയുണ്ട്, തിരിച്ചറിയലുണ്ട്, ഓർമ്മയുണ്ടെന്ന് രൂപാന്തരപ്പെട്ട ആ മലയിലൂടെ ഇവിടെ വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുക. ഇനിയും സ്വർഗത്തിലുള്ളത് ആരാ? സ്വർഗത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. അപ്പോൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ഇന്ന് ലോകത്തിലേക്കും വലിയ പ്രാർത്ഥനയാ പ്രാർത്ഥന. ആമേൻ. വായിക്കാം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. മതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. ബാക്കി നമുക്കറിയാവുന്ന ഞാൻ പറഞ്ഞത്. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. അപ്പോ ആരുണ്ട് സ്വർഗത്തിൽ? നിങ്ങൾക്ക് സ്വർഗസ്വനായ പിതാവുണ്ട്. ശിഷ്യന്മാരെ പഠിപ്പിക്കുക, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്വനായ പിതാവേ. കൂടെ പറഞ്ഞു. വേറൊരു കാര്യത്തിൽ എന്താ പറയുന്നത്? രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണം. നിർത്തിപ്പോയി. ശരിക്കും വായിക്കും. എല്ലാരും വായിക്കും. ഞങ്ങൾക്ക് എന്നും തരണേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം അന്നെന്നുള്ളത് ചോദിക്കണമെന്നാ കർത്താവ് പഠിപ്പിച്ചേ ഇല്ലേ? അപ്പം ചിലർ പറയും, ഈ പ്രസംഗിക്കുന്ന ആള് ഒരാഴ്ചത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള അരിയൊക്കെ അവിടെ വെച്ചിട്ടാ പ്രാർത്ഥിക്കുന്നതെന്ന് അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതെന്ന് പറയാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആമേൻ. ദൈവം സമൃദ്ധിയായി നൽകുന്നവനാ, സമൃദ്ധിയായി ജീവൻ നൽകുന്നവനാ. അവന്റെ മക്കളെ പട്ടിണിക്കിടുന്നവനല്ല ആ ദൈവം എന്ന് നമ്മളെ പഠിപ്പിക്കുക. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് അന്നെന്നുള്ള ആഹാരം അല്ലേ? ഓരോ ദിവസത്തേക്കുള്ളതല്ല നമ്മൾ എടുക്കുന്നത്. അത് മൊത്തം അങ്ങ് വെക്കുകയാണ് അല്ലല്ലോ. അപ്പൊ അന്നെന്നുള്ള ആഹാരം അതിനി ആരും മറക്കരുത്. ആമേൻ. ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണം. ദൈവത്തിന് സ്വർഗത്തിൽ ആരുണ്ട്? പിതാവാം ദൈവമുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ പിന്നെ ആരാ ഉള്ളത്? ദൂതന്മാരുണ്ട്. ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ കന്യ മറിയമിന് പ്രത്യക്ഷപ്പെട്ട ഒരു ദൂതനുണ്ട്. ആരാ അത്? ഗബ്രിയേൽ മാലാഖ. പിന്നെ ദൈവത്തിന് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ദൂതനുണ്ട്, മീഖായേൽ. മീഖായേൽ. ഞാൻ അഭാവങ്ങളൊന്നും എടുക്കുന്നില്ല, സമയം തീരുന്നത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഗബ്രിയേലും മീഖായേലും അതുപോലെ കോടാനുകോടി ദൂതന്മാർ സ്വർഗത്തിലുണ്ട്. അവർ ദൈവത്തെ സ്വർഗത്തിൽ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നിനി അവിടെ എന്താ ഉള്ളത്? യെശയ്യാവ് 66 ഒന്നുകൂടെ നമ്മൾ വായിച്ചു. അതിനകത്ത് പറയുന്നു, ഒരു ദൈവസിംഹാസനമുണ്ട് അല്ലേ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം. അപ്പം അവിടെ ഒരു ദൈവസിംഹാസനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്വർഗം ദൈവസിംഹാസനമുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ പുത്രന് ഒരു സിംഹാസനമുണ്ട്. അതാണ് പറയുന്നത്, അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനാ ന്യായവിധിക്ക് വേണ്ടിയാണ് ഇപ്പോൾ സിംഹാസനം ഒരുക്കിയിരിക്കുന്നത്. ആമേൻ. അന്ത്യന്യായവിധിയുണ്ട്. ഇപ്പോൾ വിശ്വാസികൾക്കൊരു ന്യായവിധിയുണ്ട്. അത് നമുക്ക് പ്രതിഫലം തന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് ആമേൻ ആനയിക്കുന്നതിന് വേണ്ടിയുള്ള ന്യായവിധിയാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 14-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ പിന്നെയും ഇന്നലെ രാത്രി ഞാൻ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗം ഒരുക്കിയിരിക്കുന്നത് ഈ ലോകത്തിൽ ജനിച്ചു വീണ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഇന്ന് വരെ ജനിച്ചവരും മരിച്ചവർക്കും വേണ്ടിയല്ല. സ്വർഗം ഒരുക്കിയിരിക്കുന്നത് സ്വർഗം എല്ലാ മനുഷ്യർക്കും വേണ്ടിയാ.
സകല മനുഷ്യർക്കും വേണ്ടിയാ. പക്ഷേ തെരഞ്ഞെടുപ്പ് വ്യത്യാസമായപ്പോൾ ആമേൻ നരകത്തിന്റെ അവസ്ഥയിലേക്ക് ആളുകൾ കടന്നു പോവുകയാണ്. നമുക്ക് വായിക്കാം യെശയ്യാപ്രവചനം 12:13-14 വാക്യങ്ങൾ. നീ എങ്ങനെ ആകാശത്ത് വീണു, ജാതികളെ തള്ളിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗ്ഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രത്തിന് മീതെ വെക്കും. കണ്ടോ? അപ്പൊ കണ്ടോ, 3 സ്വർഗങ്ങളെ കുറിച്ച് പറയുന്നത്. ഒന്ന് നക്ഷത്രമണ്ഡലം, 1 ആമേൻ ആകാശമണ്ഡലം, 2 നക്ഷത്രമണ്ഡലം, 3 സ്വർഗാദി സ്വർഗം. പ്രിയപ്പെട്ടവരെ, അപ്പൊ അവൻ പറയുകയാണ് നക്ഷത്രമണ്ഡലത്തിന് മീതെ എന്റെ സിംഹാസനം വെക്കും. ആരാന്നറിയാമോ? ഈ ലൂസിഫർ. അത് ഇപ്പോഴത്തെ മനുഷ്യ പറയാം, ആരെ വിഴുങ്ങേണ്ടുവെന്ന് അലറിക്കൊണ്ട് അവൻ നടക്കുകയാ ഭൂമിയിൽ. ആരെയാ വിഴുങ്ങുന്നത്? വിശ്വാസികൾ. അല്ലാത്തവനെല്ലാം അവന്റെ കയ്യിലാണ്. വിഴുങ്ങേണ്ട ആവശ്യമുണ്ട്. അവനവന്റെ പണി ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അവന്റെ പുറകെ ഇവന് നടക്കേണ്ട ആവശ്യമില്ല. അവൻ വിശ്വാസികളെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അലറിക്കൊണ്ട് അവൻ നടക്കുക. കാരണം എന്നെ അലറിക്കൊണ്ട് നടക്കുന്നത്, അലറുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ആളുകൾ വന്ന് സഹായിക്കണേ എന്ന് പറയാനാ. ഇവനറിയാം ഇവൻ നരകത്തിലേക്ക്, ഇവന് വേണ്ടിയാണ് നരകം ഒരുക്കിയത്. നമ്മൾ നരകത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് വായിച്ചു. അവൻ ഒരുക്കിയത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മൾ മറന്നു പോകരുത്. നരകം മനുഷ്യർക്ക് വേണ്ടി അല്ല ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഇവൻ അലറുക. കാരണം അവന്റെ കാലം തീരാറായി. യേശു മധ്യാകാശത്ത് വന്നു കഴിയുമ്പോൾ മധ്യാകാശത്തു നിന്നും അവന് താഴെ ഭൂമിയിലേക്കാവും. പിന്നെ അപ്പം 3 സ്വർഗങ്ങളും അപ്പോൾ ദൈവത്തിന്റെ വകയായി തീരും. അവൻ മധ്യാകാശത്ത് തന്നെ വെണ്ണിക്കൊടി പാറിക്കുമ്പോൾ, ദൈവജനോട് കടന്നു ചെല്ലുമ്പോൾ അവൻ ഇനിയും ആകാശ മണ്ഡലത്തിലുള്ള ദൂതന്മാരും ഭൂമിയിലേക്ക് വീഴും. അപ്പം പിന്നെ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും? അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് എടുക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് ദൈവം സ്വർഗത്തിലേക്ക് കരയേറുകയും ചെയ്യും. അപ്പം പിന്നെ ഭൂമിയിൽ വസിക്കുന്നത് ആരാ? ആ 3.5 വർഷം ആരാ വസിക്കുന്നത്? ഇവൻ തന്നെയാ. അവൻ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. ദൈവത്തിന് സ്തോത്ര. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുൻപോട്ട് പോകുകയാ. അവൻ അരുണോദയപുത്രനായ ശുക്ര, അവൻ നിനക്ക് വേണ്ടിയാണ് നരകമൊരുക്കിയിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയല്ല. വിശ്വാസി എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാതെ പോകാൻ കഴിയില്ല. അന്ത്യോക്യയിൽ വെച്ചാണ് വിശ്വാസികൾക്ക് ക്രിസ്ത്യാനി എന്ന പേര് ലഭിച്ചത്. അന്ത്യോക്യയിൽ വെച്ച അല്ലയോ? ക്രിസ്ത്യാനി എന്ന പേര് ലഭിച്ചത് അന്ത്യോക്യയിൽ വെച്ച. പ്രിയപ്പെട്ടവരെ, എന്താ കാര്യം? അന്നുള്ള ക്രിസ്ത്യാനിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഒരു ദൈവതേജസ് ഉണ്ടായിരുന്നു. കാരണം എന്നാന്നറിയാമോ? അവരൊക്കെ ആത്മ നിറവിന്റെ അനുഭവത്തിൽ ജീവിച്ചവരാ. ആമേൻ. അവരിൽ ഒരുവൻ പോലും ആമേൻ ആഹാരമില്ലാതെ വിഷമിച്ചിട്ടില്ല. ആദിമസഭയുടെ പ്രത്യേകത ഏതായിരുന്നു? അവരെ കണ്ടവര് അജാതികളായിട്ടുള്ളവർ പറഞ്ഞു, ഇവർ സാക്ഷാൽ ക്രിസ്തുവിന്റെ അനുയായികൾ, ക്രിസ്ത്യാനികൾ എന്ന് പേരവർക്ക്. നമ്മളെ കണ്ട ആരെങ്കിലും പറയുമോ ക്രിസ്ത്യാനികളെന്ന്? ക്രിസ്തുവിന്റെ അനുയായികളെന്ന് പറയണം. നമ്മളെ കാണുമ്പോൾ അവൻ ക്രിസ്തുവിന്റെ ആ മുഖപ്രകാശം വേണ്ട. ഉയർന്ന മലയിൽ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച ശോഭയൊന്നും വേണ്ട. ഒരു ചെറിയ ശോഭയെങ്കിലും നമുക്ക് നൽകിയിട്ടില്ലേ? അതെപ്പോഴാ ലഭിച്ചെന്നറിയാമോ? നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നമ്മൾ ദൈവമകനും ദൈവമകളുമായി തീർന്നപ്പോൾ, നമ്മൾ ഒരു സത്യകുംഭസാരത്തിലൂടെ യഥാർത്ഥ വിശ്വാസിയായി തീർന്നപ്പോൾ, നമ്മൾ മറന്നു പോകരുത്, നമ്മുടെ മുഖത്തൊരു പ്രത്യേക ശോഭയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ. നമുക്ക് ഇങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, എന്താണ് ആ പാട്ട്? ദൈവത്തിന് സ്തോത്രം. രാജാവുള്ളിടത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്തു ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളിടത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആരാധനയുണ്ട്, ആരാധനയുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്. മതി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ ഭൂമിയിൽ ആരാധന മനുഷ്യർക്കുണ്ട്. അവിടെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയയുണ്ട്, സ്തോത്രമുണ്ട്, ആരാധനയുണ്ട്. പ്രിയപ്പെട്ടവരെ,
അങ്ങനെയാണെങ്കിൽ സ്വർഗത്തില് ഈ ആരാധന അനുഭവിക്കണമെങ്കിൽ ഇപ്പൊ അംശമായി ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ സന്തോഷിക്കുകയും ആരാധിക്കുമ്പോൾ, അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു ഹല്ലേലൂയ എന്ന് ആർത്ത് അട്ടഹസിച്ച് പറയണം. ദേവാലയത്തിലുമുണ്ട് ആർത്തട്ടഹസിച്ച് പറയണം, അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഈ ആർത്തട്ടഹസിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു മനുഷ്യനങ്ങ് ആത്മാവിലായി. അപ്പൊ അവനറിയാതെ അവന്റെ കൈ ഇടത്തിലുള്ളവ എല്ലാവരും ചേർന്നല്ല ഇടത്തുള്ളവന്റെ തോളിലോട്ട് തട്ടി. ഉടനെ എന്തോടാ കാണിക്കുന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. കാരണം മറ്റവനറിയത്തില്ല, അവൻ ആർത്തട്ടഹസിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുരോഹിതന്മാർ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ ആത്മാവിലായി അറിയാതെ അവൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ അവന്റെ കൈ മുട്ടിയപ്പോൾ അവനെ തട്ടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന് ആരാധനയുടെ മഹത്വം അറിയുള്ളൂ, ഹല്ലേലൂയയുടെ മഹത്വം അറിയുള്ളൂ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരുക്കമുള്ളവർക്ക് അത് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ആമേൻ, ധാരാള കാര്യങ്ങളുണ്ട്, അതെല്ലാം പറയാൻ കഴിയുകയില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവ സമാധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിൽ ദൈവിക സമാധാനം എല്ലാവർക്കും ഉണ്ട്. റോമർ 14:17 വായിക്കാം. റോമർ 14:17 അവസാനിപ്പിക്കാം. അഭാവം പറഞ്ഞ അവസാനിപ്പിക്കും. റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നിങ്ങൾ വായിച്ചു? ദൈവരാജ്യം ഭക്ഷണവും ലാസ്റ്റ് കൂടെ വായിച്ചു. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഒന്നുകൂടെ വായിച്ചു. മൈക്ക് കൂടെ വായിച്ചു. ഇതിനകത്ത് വായിച്ചു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അവിടെ പറയുകയാണ്, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. ഇവിടെ പറയുകയാ, ദൈവിക രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമത്രേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആമേൻ, വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുകയാണ്, ദൈവരാജ്യത്തിൽ ആമേൻ ഈ സന്തോഷമുണ്ട്, നീതി അവിടെയുണ്ട്, സമാധാനമുണ്ട്. ആമേൻ. അവിടെ സന്തോഷമുണ്ട്. അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണെന്ന് ഇവിടെ ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ആമേൻ, ദൈവരാജ്യത്തില് എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ നീതിയുണ്ട്. നീതി നടപ്പാക്കി ഒരുവൻ സ്വർഗത്തിലുണ്ട്, അത് യേശു ക്രിസ്തുവാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ സ്വഭാവം അത് നീതിയെ കാണിക്കുകയാ. അപ്പം ഇന്ന് ഭൂമിയിലുള്ള വിശ്വാസികൾക്ക് ദൈവ സ്വഭാവമുള്ളവരായി പരിണമിക്കണമെന്നോട് ഓർപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആമേൻ, അത് പ്രതിഫലിക്കുന്നവരായി, നീതി അത് ദൈവ സ്വഭാവം പ്രതിഫലിക്കുന്നവരായി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണം. അപ്പോഴേ നമുക്ക് വലിയ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. സമാധാനം എന്താ? ഞാൻ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഐക്യവും സ്നേഹവും നിലനിർത്തുവാൻ പരിശുദ്ധാത്മാവിനാൽ കഴിയണം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഇതൊരു പ്രാർത്ഥനയാ. എന്താ? എൻ്റെ ഒരു പ്രാർത്ഥനയത് എന്താ? അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഒന്ന് പറഞ്ഞേ, അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഐക്യവും സ്നേഹവും നിലനിർത്തുവാൻ പരിശുദ്ധാത്മാവിനാൽ കഴിയണം. അപ്പം പരിശുദ്ധാത്മാവിനാൽ കഴിയണം. അപ്പം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ സമാധാനം മനുഷ്യർക്കുണ്ടാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതോടെ തന്നെ പറയുകയാണ്, ആ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള. അപ്പൊ ഐക്യത വന്നു കഴിയുമ്പോൾ, അതാണ് ആദിമസഭയിൽ നമ്മൾ കണ്ടത്, ഐക്യത വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവുള്ള സന്തോഷം. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവ സമാധാനമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു തീരത്തില്ല. അടുത്ത പ്രാവശ്യം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 3-ാം പ്രാവശ്യം തീരുന്നില്ല. അപ്പൊ നമ്മൾ കണ്ടു, ഇന്ന് നമ്മൾ കണ്ടത് എന്താണ്? 1, ആരാധന മുഖരിതമാണ്. ആമേൻ. 2, നമ്മൾ കണ്ടു, ആമേൻ, കാഴ്ചയുണ്ട്, അവിടെ കേൾവിയുണ്ട്, സംസാരശേഷിയുണ്ട്, തിരിച്ചറിയൽ. അപ്പം തോമസ് ലീഹായെ കാണണമെങ്കിൽ ഈ തിരിച്ചറിയൽ മതി. സ്വർഗത്തിന്റെ പ്രത്യേകത ഏതാ? നമ്മുടെ പിതാക്കന്മാരെ കാണണമെങ്കിൽ ഈ തിരിച്ചറിവ് മതി. പക്ഷെ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ ചെല്ലണം, അല്ലേ? കർത്താവിന്റെ ഗംഭീരനാഥം
കേൾക്കണം, അല്ലേ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ആമേൻ കർത്താവിന്റെ സ്നാന സമയത്ത് പറയുമ്പോൾ ആമേൻ അവരൊരു മുഴക്കം പോലെ കേട്ടുള്ളൂ. എന്നാൽ ഇപ്പൊ ഇനി കർത്താവിന്റെ കാഹളം എങ്ങനെ കേൾക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആമേൻ ആത്മാവുള്ള ദൈവജനം അത് കേൾക്കും. അവരുടെ ശരീരം അവിടേക്ക് വരും, അവർ രൂപാന്തരപ്പെടും. ആ ശരീരം മാറി അവർ കർത്താവിനെ മധ്യാകാശത്ത് ചെന്ന് കാണും. അന്ന് നമ്മുടെ കർത്താവിന് മുഖാമുഖം കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തില് ഞാൻ പറഞ്ഞു കാഴ്ചയുണ്ട്, സംസാരശേഷിയുണ്ട്, തിരിച്ചറിയലുണ്ട്, ഓർമ്മയുണ്ട്, ഇവയെല്ലാം സ്വർഗത്തിലുണ്ട്. അതാണ് മരുരൂപമലയിൽ അവർ കണ്ടത്. ആമേൻ സ്വർഗത്തില് ആമേൻ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ പിതാവുണ്ട്. പിന്നെ നമ്മൾ കണ്ടു ദൈവസിംഹാസനമുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല സ്വർഗത്തിൽ ദൈവ സമാധാനമുണ്ട്. അത് ഭൂമിയിൽ അനുഭവിക്കണം. ഭൂമിയിൽ അനുഭവിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലും എന്നേക്കുള്ള നിത്യത നമ്മളോട് കണ്ടത്. സ്വർഗം നമുക്കൊരു സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യതയുള്ള സ്വർഗമാണ്. ഞാൻ നരകത്തെ കുറിച്ച് പറയുമ്പോൾ കാലസൂത്രം എന്ന് പറയുന്ന, ഞാൻ അവസാനിപ്പിക്കുക, കാലസൂത്രം എന്ന് പറയുന്ന ഒരു വേദത്തില് എഴുതിയിരിക്കുകയാണ്. പശുരോമ സഹസ്രാബ്ദം എന്ന്. ഒരു പശുവിന്റെ രോമം എണ്ണുവാൻ കഴിയുമെങ്കിൽ ഒരു രോമം 1000 വർഷം നരകത്തിൽ കിടക്കണമെന്ന് ഹിന്ദു വേദത്തിൽ പറയുകയാണ്. അങ്ങനെയാണ് ഒരു പശുവിന്റെ രോമം എത്രയാന്ന് നമുക്കറിയില്ല. അത്രയും വർഷം വരെ കിടന്നാൽ മതിയെന്ന. അത്രയും വർഷം വരെ കിടന്നു കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആമേൻ, അത് തീരുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ നിത്യദണ്ഡനത്തിലേക്ക്, നിത്യ സ്വർഗമാണെങ്കിൽ നിത്യ നരകമാ, നിത്യദണ്ഡനത്തിലേക്ക് നമ്മളെ തള്ളിക്കളയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വർഗം ആമേൻ ദൈവസമാധാനമുള്ളതാ. അതെങ്ങനെയാ? ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചു നീതിയും സമാധാനവും. ക്രിസ്തുവിലൂടെ നീതി ലഭിച്ചു. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ സമാധാനമുണ്ടായി. മാത്രമല്ല ഞാനൊരു ദൈവമകനായി തീർന്നപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ടായി. 91 ഒക്ടോബർ 11 രാത്രി ഈ ചാരുകസറയിൽ ഞാനിരുന്നപ്പോൾ, ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സന്തോഷമുണ്ട്. കാരണം എന്നാ, തലേ ദിവസം രാത്രിയിൽ കർത്താവിൽ നിന്ന് എനിക്ക് നീതി ലഭിച്ചു. എൻ്റെ ഹൃദയത്തിൽ ആമേൻ സമാധാനം നൽകി. ആമേൻ, ഈ ലോകമല്ല നിനക്ക് സമാധാനം നൽകുന്നത്, നിന്റെ പ്രയാസങ്ങളോ വേദനകളോ അല്ല നിനക്ക് സമാധാനം നൽകുന്നത്. ആമേൻ, നിനക്ക് സമാധാനം ഞാൻ ദൈവിക സമാധാനമാണ് നൽകുന്നത്. എന്നിട്ട് മാത്രമല്ല പരിശുദ്ധാത്മാവിൽ ഒരു സന്തോഷം. അവിടെ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കിടന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോഴാ അവിടെ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ദൈവ സമാധാനത്തിനാ നമ്മൾ സ്വർഗത്തിൽ അനുഭവിക്കാനാ ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പേര്, പ്രത്യേകിച്ച് കാലാവസ്ഥ പോലും പ്രതികൂലമായിരുന്നു. ഞാൻ ഓർക്കുക, ഞാനിവിടെ ഞങ്ങളെ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഇന്നും പ്രാർത്ഥിച്ചു, കർത്താവേ കാലാവസ്ഥ അനുകൂലമാക്കി തരണേ. ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദൈവം കാലാവസ്ഥ അനുകൂലമാക്കുന്നത്. സമയം കഴിഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിൽ പോകാനായി ഒരുങ്ങാം. ആമേൻ. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. കർത്താവ് മധ്യാകാശത്ത് ആദ്യം നമ്മൾ ചെല്ലും, അവിടെ നമ്മളെ പിന്നെ കൊണ്ടുപോകും. ആ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവുള്ള നീതിയും സമാധാനവും സന്തോഷവും പ്രാപിച്ചവർക്ക് പരിശുദ്ധാത്മാവിൽ സ്വർഗീയ സന്തോഷമുണ്ടെന്ന് നമ്മളെ കേൾപ്പിച്ചല്ലോ. ആയതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേട്ട നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഒരു ചെറിയ ആയുസ്സാണ് ഞങ്ങൾക്ക് തന്നത്. എന്നാൽ ആയുസ്സിൽ ഞങ്ങളുടെ അരുമനാഥനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് രക്ഷിതാവായി സ്വീകരിപ്പാൻ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് അറിയിച്ചതുപോലെ ഒരു സത്യകുംഭസാരം നടത്തുവാൻ, ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലൂടെ, വേദനയിലൂടെ, പ്രയാസത്തിലൂടെ നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. നിന്റെ പാതയിൽ നടപ്പാൻ നീ ഞങ്ങളെ ഒരുക്കിയതോർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് ഇനി ഒരു കൊതി മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അരുമനാഥന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവരോടൊപ്പം ദൈവത്തിന്റെ കാഹളത്തിങ്കിൽ ഞങ്ങളെ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽക്കുമെന്നുള്ള സ്വപ്നം. ആയതിനായി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ ഇതുപോലെ ആമേൻ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ സ്വർഗത്തിൽ ചെല്ലുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിപ്പാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങൾക്ക് ഇടയാക്കിയതോർത്ത് സ്തോത്രം. ആത്മാവ് ഞങ്ങളെ അതിനായി ഒരുക്കിയതോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലെ പ്രവേശിപ്പിക്കുന്നത് വിനോദങ്ങളെ വിശ്വസിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്റെ ഏകനാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹമേകജാതനായ പുത്രന്റെ കൃപ ആശ്വസിപ്പിച്ച് വഴിയുള്ള പരിശുദ്ധമായ സംബന്ധ സഹവാസം വീണ്ടും നമ്മൾ കൂടി വരുന്നതുവരെയും കർത്താവിന്റെ വരവരെയും എല്ലാ കാലങ്ങളിലും ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ. ആമേൻ.